Welcome to Zoology class. So in the last class, we have seen some of the protozoan diseases like malaria and amoebiasis. And today, we will be discussing about helminth diseases or diseases caused by worms. Helminth എന്ന് പറഞ്ഞാൽ എന്താണ്? വേംസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഇയറിൽ പലതരത്തിലുള്ള വേംസിനെ കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നുണ്ട്. അത് ചില വേംസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹെൽമിന്ത് ഡിസീസസ്. അതിൽ ഒരു ഡിസീസാണ്, വൺ ഓഫ് ദ ഹെൽമിന്ത് ഡിസീസസ് ഈസ് ASCARIS. ASCARIS. So as the name indicates, it is caused by the worm ASCARIS. ASCARIS lumbricoides. So കഴിഞ്ഞ വർഷം നമ്മൾ അതിനെപ്പറ്റി എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. It comes under the phylum Helminthus. Round worms. ഹെൽമിന്തസിലെ റൗണ്ട് വേംസ് എന്ന വിഭാഗത്തിൽ വരുന്ന അല്ലെങ്കിൽ അഷെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലത്തിൽ വരുന്ന ഒരു ഹെൽമിന്താണ്, ഒരു വേമാണ് അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ്. ഇറ്റ്സ് എ സിലിണ്ടറിക്കൽ വേം, റൗണ്ട് ബോഡി വിത്ത് സിലിണ്ടറിക്കൽ ഷേപ്പ്, വിത്ത് എ ക്യൂട്ടിക്കുലാർ കവറിംഗ്. It shows sexual dimorphism. Male and female are separate. Female is long and thick, and males are slender with a slender and short with a curved posterior end. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. So the disease caused by Ascaris lumbricoides is Ascariasis. This pathogen infects the small intestine, especially the jejunum of the small intestine. In the jejunum, it eats up the semi-digested food. അതായത് നമ്മൾ കഴിക്കുന്ന, നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന സെമി ഡൈജസ്റ്റഡ് ഫുഡാണ് ഇതിൻ്റെ ആഹാരം. അതാണ് ഇത് കഴിക്കുക. അസ്കാരിസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വരുന്ന ഒരു ജീവിയാണ്. ഇറ്റ്സ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് നോട്ട് കംപ്ലീറ്റ്. ഇതിനൊരു കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡാണ് ഇതിന് ആവശ്യം. അതാണ് ഇത് കഴിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നും ഡൈജഷൻ കംപ്ലീറ്റ് ആയി ഡോഡിനത്തിലെത്തി അവിടെ നിന്നും ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള, എന്നാൽ പൂർണ്ണമായും ഡൈജഷൻ കംപ്ലീറ്റ് ആവാത്ത ഫുഡാണ് ഇത് കഴിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ജെജുനം, ദ അപ്പർ പാർട്ട് ഓഫ് ദ ജെജുനം. ജെജുനത്തിൽ ഇത് നമ്മുടെ ജെജുനത്തിന്റെ ഭിത്തിയിൽ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റെസ്റ്റിന്റെ ഭിത്തിയിൽ കടിച്ചു തൂങ്ങി അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു. So every parasite is a parasite, internal parasite. So every parasite has a parasitic adaptation. So Ascaris also has parasitic adaptations. The most important parasitic adaptation here is the presence of labia with chitinous teeth. Labia എന്ന് പറഞ്ഞാൽ ലിപ്സ് ആണ്. അപ്പോൾ 3 ലിപ്സ് ഇതിനുണ്ട്. ലേബിയ എന്ന് വിളിക്കുന്ന ലിപ്സ് ഉണ്ട്. So inside those lips, chitinous teeth can be seen, and with the help of this chitinous teeth, they get attached to the inner wall of the small intestine and consume the partly digested food. Okay. Symptoms of the disease are, a major symptom is anemia. Anemia എന്താണ് കാരണം? ബിക്കോസ് അസ്കാരിസിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ലഭ്യമാകേണ്ട പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും 1-2 വേംസ് കിടന്നാൽ അത്രയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിൻ്റെ കുറവുണ്ടാകുമോ?
അല്ലെങ്കിൽ പോഷകാംശത്തിൻ്റെ കുറവുണ്ടാകുമോ, അതുകൊണ്ടാണ് അനീമിയ ഉണ്ടാകുന്നത്. എസ്പെഷ്യലി പോഷകാഹാരത്തിൻ്റെ അയണിൻ്റെയും അതുപോലെ പ്രോട്ടീൻ്റെയും കുറവുണ്ടാകുമ്പോഴാണ് അനീമിയ ഉണ്ടാകുന്നത്. പക്ഷേ അസ്കാരിസിൻ്റെ എണ്ണം പലപ്പോഴും നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലായിരിക്കും. 1 2 ഒന്നും ആയിരിക്കില്ല. പലപ്പോഴും 100-ൽ കൂടുതൽ വരെ വേംസിനെ കിട്ടിയ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരാളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ. അപ്പം ഇത് 10, 15, 20, 25 ഒക്കെ ചിലപ്പോൾ കാണാം. അത്രയും അസ്കാരിസ് നമ്മൾക്ക് കിട്ടേണ്ട ഭക്ഷണം, പാർട്ട്ലി ഡൈജസ്റ്റഡ് ഫുഡ് കഴിക്കുമ്പോൾ, അത് കൺസ്യൂം ചെയ്യുമ്പോൾ we got deprived of nutritious food, nourishment. So anemia ഒരു സിംറ്റമാണ്. ആൻഡ് അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് ഉണ്ടാവും, ഉണ്ടാവും, സ്ലൈറ്റ് ഫീവർ ഉണ്ടാവും, മസിൽ പെയിൻ ഉണ്ടാവും. അതുപോലെ അപ്പറ്റൈറ്റ് കൂടുതലായിരിക്കും, വിശപ്പ് കൂടുതലായിരിക്കും. കാരണം നമുക്ക് പോഷകാഹാരങ്ങൾ നമുക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ ശരീരം കൂടുതൽ ഭക്ഷണം ഡിമാൻഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് അപ്പറ്റൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം സിംറ്റംസ് ഒക്കെയാണ് ഒരു വലിയ സിംറ്റം എന്ന് നമുക്ക്, വലിയൊരു രോഗമാണ് അസ്കാരിയാസ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മെഡിസിൻസ് ആർ ദർ, ക്യാൻ ബി ക്യൂർഡ്. ആൻറ്റി ഹെൽമിന്ത് മെഡിസിൻസ് ആർ ദർ. അത് കഴിച്ചാൽ അസുഖം ഭേദമാകും. ഇറ്റ്സ് എ ക്യൂറബിൾ ഡിസീസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അസ്കാരിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. നമ്മൾ അമീബിയാസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. അപ്പോൾ അസ്കാരിയാസിസ് ഉള്ള ആളുടെ ഫീസസിൽ കൂടി, മലത്തിൽ കൂടി ദ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് വിൽ ബി പാസ്ഡ് ഔട്ട്. അപ്പോൾ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുട്ടകളാണ്. മുട്ടകളെന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല. These eggs are laid in the intestine after the fertilization takes place in our intestine, and after fertilization zygote is formed, and the embryonic development is initiated, and a particular stage of the embryo is passed out along with the feces of the infected person. And these embryos can remain in the soil without any damage, without destruction. These embryos, the infective stage of this embryo can remain in the soil for a longer period, for a very long period. And when this soil, then the soil becomes contaminated. We say the soil is contaminated. When this contaminated soil reaches the water sources, unprotected wells, rivers, ponds, etc., from where people take drinking water, the water gets contaminated. And when people drink this contaminated water without proper boiling, this embryo reaches the alimentary canal and transform into larvae, and this larvae become the adult, and the disease is caused. So this is the way of transmission. And especially children between the age of 4 to 14 or 5 to 14 are mostly infected because these children play in the soil contaminated with this infectious stage of the helminth. അപ്പോൾ ഇങ്ങനെ മണ്ണിൽ കളിക്കുന്ന സമയത്ത് അവരുടെ നഖങ്ങളുടെ ഇടയിലൊക്കെ ഈ കണ്ടാമിനേറ്റഡ് സോയിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ കുട്ടികളാകുമ്പോൾ അവർ കൂടുതൽ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. കൈ കഴുകുന്നതിലോ നഖം വൃത്തിയായി വെട്ടി സൂക്ഷിക്കുന്നതിലോ ഒന്നും വലിയ ശ്രദ്ധയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നഖത്തിനിടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ മണ്ണ് ഇളകി ഭക്ഷണത്തോട് ചേരുകയും അത് കഴിക്കുമ്പോൾ ഈ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് നമ്മുടെ ശരീരത്തിൽ, ആ കുട്ടിയുടെ ശരീരത്തിനുള്ളിലെത്തുകയും അവിടെ അത് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുട്ടികളിലാണ് ഇത് കൂടുതൽ വരാനുള്ള സാധ്യതയുള്ളത്.
മുതിർന്നവരാകുമ്പോൾ കൈ കഴുകുന്നതിൽ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കുന്നവരായതുകൊണ്ട് തന്നെ മുതിർന്നവരിൽ ഇത് അങ്ങനെ കാണാറില്ല. കുട്ടികളിലാണ് അസുഖം കൂടുതലായി കാണാറുള്ളത്. അപ്പോൾ ഡീവേമിങ് നടത്തണം, ഇടയ്ക്കിടയ്ക്ക് ഡീവേമിങ് നടത്തണം. എന്താണ് ഡീവേമിങ് എന്ന് പറഞ്ഞാൽ? ഈ ഹെൽമിൻസിനെ നശിപ്പിക്കാനുള്ള മരുന്നുകളുണ്ട്. അത് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഇടയ്ക്കിടയ്ക്ക് ഈ ഡീവേമിങ് നടത്തേണ്ടതാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ആൻറ്റി ഹെൽമിന്ത് മെഡിസിൻസ് കഴിക്കും. അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിഷൻ തടയുന്നത് എങ്ങനെയാണ്? Can we prevent the transmission? The transmission can be prevented by avoiding open defecation. Defecation in the open places. Sanitary facilities should be increased. Water should be used after proper boiling. Drinking water should be properly boiled. അപ്പോൾ personal hygiene should be, especially in the case of children, personal hygiene should be maintained. നഖങ്ങളൊക്കെ വെട്ടി ട്രിം ചെയ്ത് നിർത്തുക. അതുപോലെ തന്നെ കൈയൊക്കെ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് തന്നെ കഴുകുക ഭക്ഷണത്തിന് മുൻപ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇതിൻ്റെ ട്രാൻസ്മിഷനെ നമുക്ക് തടയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അസ്കാരിയാസിസിനെ കുറിച്ച് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഹെൽമിന്ത് ഡിസീസാണ് WUCHERERIASIS. WUCHERERIASIS ഇത് പല പേരിൽ അറിയപ്പെടും. ഈ അസുഖം പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് നോൺ ബൈ ഡിഫറെന്റ് നെയിംസ്. അനദർ നെയിം ഈസ് ഫൈലേറിയാസിസ് ആൻഡ് അനദർ നെയിം ഈസ് എലിഫന്റിയാസിസ്. എല്ലാം ഒന്ന് തന്നെ. ഇറ്റ് ഈസ് കോൾഡ് WUCHERERIASIS. Disease is called WUCHERERIASIS because the disease is caused by a helminth worm, again which comes under the phylum Aschelminthus. WUCHERERIA BANCROFTI. The name of the helminth is WUCHERERIA BANCROFTI. So as the disease is caused by WUCHERERIA, the disease is called WUCHERERIASIS. And this WUCHERERIA BANCROFTI is the scientific name. It is commonly known as filarial worm. It is commonly known as filarial worm. So it is also called filariasis. The disease is also called filariasis. Filariasis. Then it is also known as elephantiasis because the lower extremities of the body of the affected people, especially the legs, would take the shape of the legs of an elephant. നമ്മുടെ മലയാളത്തിൽ ഇതിന് മന്ത് എന്ന് പറയും. പരിചയമുണ്ടല്ലോ. മന്ത് ഉള്ള ആളുടെ കാലം എങ്ങനെയാണെന്ന് നമുക്കറിയാം. It looks like the legs of an elephant. So that is why it is known as elephantiasis. So by these three names the disease is known: WUCHERERIASIS, filariasis and elephantiasis. Okay. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് is caused by WUCHERERIA BANCROFTI. The site of infection is the lymph vessels. നമ്മുടെ ശരീരത്തിലെ ലിംഫ് വാഹികൾ അല്ലെങ്കിൽ ലിംഫ് വെസൽസിനെയാണ് ഇത് ബാധിക്കുക. ലിംഫ് വെസൽസിൽ ഇത് കിടക്കും. അങ്ങനെ ലിംഫ് വെസൽസിൽ എസ്പെഷ്യലി ദ ലാർവ, ശരിക്കും രോഗം ഉണ്ടാക്കുന്നത് ഇതിന്റെ ലാർവയാണ്. നമ്മൾ ലാർവയെ മൈക്രോഫൈലേറിയ എന്നാണ് വിളിക്കുക. ഫൈലേറിയ വേമിന്റെ ലാർവയെ നമ്മൾ മൈക്രോഫൈലേറിയ എന്നാണ് വിളിക്കുക. ഈ മൈക്രോഫൈലേറിയ, as you can see in the diagram, these microfilaria are very long, slender worms, and they in hundreds, ഒരുപാടെണ്ണം ഉണ്ടാവും. Hundreds of this microfilaria would be present in the lymph vessels, and as a result, the flow of lymph would be blocked. ഇപ്പോൾ ലിംഫിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു. അങ്ങനെ ലിംഫിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് കൊണ്ട് നീർക്കെട്ടുണ്ടാവും. ആ ഭാഗത്ത് നീർക്കെട്ടുണ്ടാവും. എസ്പെഷ്യലി ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ ലോവർ എക്സ്ട്രീമിറ്റീസ് ഓഫ് ദ ബോഡി. ഇപ്പോൾ സാധാരണയായിട്ട് കാലുകളിൽ,
അതുപോലെ പുരുഷന്മാരിൽ സ്ക്രോട്ടം, അവിടേക്കാണ് സ്ക്രോട്ടൽ സാക്സിലൊക്കെയാണ് സംഭവിക്കുക. അപ്പോൾ അവിടെ ലിംഫിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതുകൊണ്ട് ലിംഫ് കെട്ടി നിൽക്കുകയും നീരുണ്ടാവുകയും ചെയ്യും. അത് നമുക്ക് അനുഭവങ്ങളാണ്. സാധാരണ നമുക്കറിയാം, നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇരുന്നോ നിന്നോ ഒക്കെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ കാലിനൊക്കെ നീര് വെക്കുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. സ്വാഭാവികമാണ്. അപ്പോഴും സംഭവിക്കുന്നത് തന്നെയാണ്. എന്താണ്? ലിംഫിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ലിംഫിന് ഒഴുകണമെങ്കിൽ അവിടെ പ്രത്യേക വേറെ സംവിധാനങ്ങളൊന്നുമില്ല. ദ ഫ്ലോ ഓഫ് ലിംഫ് ഈസ് കൺട്രോൾഡ് ബൈ ദ മസിൽ മൂവ്മെൻറ്റ്, മസിൽ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. അപ്പോൾ നമ്മുടെ ചലനങ്ങൾ വഴിയാണ്, നമ്മൾ ചലിക്കുമ്പോഴാണ് ഈ ലിംഫിൻ്റെ മൂവ്മെൻറ്റ് സുഗമമായി നടക്കുക. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാലനക്കാതെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നീര് വെക്കുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതും ഇത് തന്നെയാണ്, ലിംഫ് കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ്. കുറച്ച് നടന്നു കഴിയുമ്പോൾ അത് മാറും. ദാറ്റ് ഇസ് എ ടെമ്പററി സിറ്റുവേഷൻ. പക്ഷേ മൈക്രോഫൈലേറിയ, നൂറുകണക്കിന് മൈക്രോഫൈലേറിയ ലിംഫ് വെസലിൽ കിടന്ന് ആ ലിംഫ് വെസലിൽ ബ്ലോക്കായി കഴിയുമ്പോൾ lymph cannot flow and the lymph accumulate in those places and that will result into swelling. ഇതൊരു സ്ഥിരം സംഭവമായി കഴിയുമ്പോൾ, ഇതിങ്ങനെ സ്ഥിരമായി ലിംഫ് കെട്ടി നിൽക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അവിടെ ചില ടിഷ്യൂ ചേഞ്ചസ് ഉണ്ടാവുകയും അവിടെ ആ സ്വെല്ലിംഗ് കൂടുതൽ കൂടുതൽ വലുതാവുകയും ടിഷ്യൂ ഡിഫറൻഷിയേഷൻ സംഭവിക്കുകയും, ആ ഭാഗത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കുകയും ഡിഫറൻഷിയേഷൻ സംഭവിക്കുകയും അതൊരു പെർമനന്റ് ഇറിവേഴ്സിബിൾ സ്വെല്ലിംഗ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോഴാണ് നമ്മളതിനെ ഫൈലേറിയാസിസ് അല്ലെങ്കിൽ മന്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ അതിന് ക്യൂർ ഇല്ല എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ നീര് വന്നു കഴിഞ്ഞാൽ, ആ നീര് വന്ന് മന്ത് ആയി കഴിഞ്ഞാൽ അതിനൊരു ക്യൂർ സാധ്യമല്ല. അതിനു മുൻപ് അത് ചികിത്സിച്ച് ഈ വേമിനെ നശിപ്പിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. ഓക്കെ, നമുക്കിതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പ്ലാസ്മോഡിയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ Wuchereria also needs 2 hosts for the completion of its life cycle. ഇതിന് 2 ഹോസ്റ്റ് ആവശ്യമുണ്ട്. The primary host is the man and the secondary host is the female CULEX mosquito. പ്ലാസ്മോഡിയത്തിൽ നമ്മൾ പറഞ്ഞു അനോഫിലസ് മസ്കിറ്റോ ആണെന്ന് പറഞ്ഞു. ഇവിടെ is the female CULEX mosquito is a secondary host. ഒരു CULEX മസ്കിറ്റോ ഇൻഫെക്ഷ്യസ് സ്റ്റേജിനെ വഹിക്കുന്ന ഒരു ഫീമെയിൽ CULEX മസ്കിറ്റോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുടെ രക്തം കുടിക്കുന്ന സമയത്ത് ആ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് ഹെൽത്തി ആയിട്ടുള്ള ആളുടെ രക്തത്തിലേക്ക് കടക്കും. അങ്ങനെ അയാളുടെ ശരീരത്തിൽ അത് മൈക്രോഫൈലേറിയ ആയിട്ട് മാറും, ലാർവയായിട്ട് രൂപാന്തരം പ്രാപിക്കും. ഈ ലാർവ നേരത്തെ പറഞ്ഞതുപോലെ മൈഗ്രേറ്റ് ടു ദ ലിംഫ് വെസൽസ് and the remainder blocking the flow of the lymph. അവിടെ ഈ ലാർവ അഡൽട്ടായിട്ട് മാറും. അഡൽട്ട് മുട്ടയിടുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, അതിൻ്റെ ഒരു ഇൻഫെക്ഷ്യസ് സ്റ്റേജ് ഉണ്ടാകുന്നു. ആ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് ആ ഒരു ഫീമെയിൽ CULEX മോസ്കിറ്റോ ഈ പേഷ്യന്റിനെ കടിക്കുന്ന സമയത്ത് അതിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ ലൈഫ് സൈക്കിൾ ഒരു പാർട്ട് അവിടെ കംപ്ലീറ്റ് ആകുന്നു. അതിനുശേഷം CULEX മോസ്കിറ്റോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളെ കടിക്കുന്ന സമയത്ത് ആ ഇൻഫെക്ഷൻ സ്റ്റേജ് ഹെൽത്തി ആയിട്ടുള്ള ആളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുക. അപ്പോൾ ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി
എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ the prevention of transmission is possible only by preventing the breeding of mosquitoes. മൊസ്കിറ്റോയുടെ ബ്രീഡിംഗ് പ്ലേസസ് നശിപ്പിക്കുക. കെട്ടി നിൽക്കുന്ന വെള്ളം, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റാഗ്നേറ്റിംഗ് വാട്ടർ, വീടിൻ്റെ പരിസരത്തുമൊക്കെ ഉള്ള കെട്ടി നിൽക്കുന്ന വെള്ളം ഇല്ലാതെയാക്കുക, അത് നശിപ്പിക്കുക. അങ്ങനെ ബ്രീഡിംഗ് പ്ലേസസ് ഇല്ലാതാക്കുക. അതുപോലെ തന്നെ മൊസ്കിറ്റോയുടെ ലാർവയെ തിന്നുന്ന ഗാംബൂസിയ പോലുള്ള മത്സ്യങ്ങളെ വളർത്തുക. മറ്റൊന്നും കൊതുകിന്റെ കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവോയ്ഡ് മൊസ്കിറ്റോ ബൈറ്റ്സ് ബൈ യൂസിങ് മൊസ്കിറ്റോ നെറ്റ്സ് ആൻഡ് മൊസ്കിറ്റോ റിപ്പല്ലൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫൈലേറിയാസിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞല്ലോ, മന്ത് എന്ന അവസ്ഥയിലേക്ക് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ചികിത്സ ബുദ്ധിമുട്ടാണ്, ചികിത്സ ഇല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മന്തിനെതിരെയുള്ള അല്ലെങ്കിൽ ഈ ഫൈലേറിയ വേർമിനെ നശിപ്പിക്കുന്ന മരുന്നുകൾ ഇടയ്ക്ക് അത് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ഒരു പബ്ലിക് ഡിസീസ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഈ മരുന്നുകൾ വിതരണം ചെയ്യാറുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഗുളികകൾ വിതരണം ചെയ്ത് ആൻറ്റി ഹെൽമിന്ത് ഗുളികകൾ, ഈ ഫൈലേറിയാസിനെ നശിപ്പിക്കുന്ന, ഫൈലേറിയ വേർമിനെ നശിപ്പിക്കുന്ന ഗുളികകൾ സ്കൂളുകളിലും അതുപോലെ പബ്ലിക്കിനിടയിലുമൊക്കെ വിതരണം ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിക്കുക, വേർമിൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വിഭാഗത്തിലുള്ള ഡിസീസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഫംഗൽ ഡിസീസസ്. ഡിസീസസ് കോസ്ഡ് ബൈ ഫംഗൈ. പലതരത്തിലുള്ള ഫംഗസ് സ്പീഷീസ് ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൺ, എപ്പിഡെർമോഫൈറ്റൺ എന്നീ 3 പ്രധാന വിഭാഗങ്ങൾ ആണ് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്. എപ്പിഡെർമോഫൈറ്റൺ, ട്രൈക്കോഫൈറ്റൺ, മൈക്രോസ്പോറം. ഇതൊക്കെ ഇവ സ്കിന്നിനെയാണ് ബാധിക്കുന്നത്. They affect the skin and certain lesions are produced in the skin. Certain lesions എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ എന്താണ് പറയുക, ചെറിയ വൂണ്ട് പോലെ അല്ലെങ്കിൽ ചെറിയ സ്ക്രാച്ചസ് പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക, സ്കിന്നിൽ ഉണ്ടാക്കുക. നമ്മളിതിന് റിംഗ്വോം ഇൻഫെക്ഷൻ എന്നാണ് കോമൺലി പറയുക. ഇപ്പോൾ ഈ ഫംഗസ് ഉണ്ടാക്കുന്ന ഈ അസുഖങ്ങൾക്ക് കോമൺലി നമ്മൾ പറയുന്ന പേരാണ് റിംഗ്വോം ഇൻഫെക്ഷൻ എന്ന് പറയും. റിംഗ്വോം ഇൻഫെക്ഷൻ. സ്കിന്നിൽ എല്ലാ ഭാഗത്തും ഇത് കാണപ്പെടുന്നില്ല. അതായത് ടെമ്പറേച്ചറും ഈർപ്പവും എവിടെയൊക്കെയാണോ കൂടുതലായിട്ട് കാണുക അവിടെയാണ് ഫംഗസ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതൽ. കക്ഷങ്ങളിൽ, അതുപോലെ പ്യൂബിക് റീജിയനിൽ ഇവിടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ടും വരിക. മറ്റേ തലയോട്ടിയിൽ കാണാം. അതുപോലെ എവിടെയൊക്കെയാണോ ഈ ഈർപ്പവും ടെമ്പറേച്ചറും നിൽക്കുക, ടെമ്പറേച്ചർ കൂടുതൽ നിൽക്കുക, അതുപോലെ തന്നെ ഈർപ്പത്തിൻ്റെ സാന്നിധ്യം കൂടുതലായി നിൽക്കുക, ഇവിടെയൊക്കെയാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അവിടെയൊക്കെ ചുവന്ന ചെറിയ വട്ടത്തിലോ ഒക്കെ ചൊറിച്ചിലോട് കൂടിയ ഭാഗങ്ങൾ കാണാം. ഇതാണ് നമ്മൾ ലീഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞത് ദ സ്കിൻ ബിക്കംസ് ഡ്രൈ ആൻഡ് സ്കെയിലി. ആ ഭാഗത്ത് ലീഷൻ ഉള്ള ആ ഭാഗത്ത് ദ സ്കിൻ ബിക്കംസ് ഡ്രൈ ആൻഡ് സ്കെയിലി. സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഉണങ്ങി പൊഴിഞ്ഞു പോകുന്ന രീതിയിൽ ഉണ്ടാവും. മറ്റൊന്ന് ഇച്ചിങ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇച്ചിങ് ആണ്, ചൊറിച്ചിൽ അനുഭവപ്പെടും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുക? ദ ട്രാൻസ്മിഷൻ ഈസ് മെയിൻലി ബൈ പേഴ്സണൽ കോണ്ടാക്ട്. അതായത് രോഗിയുമായുള്ള സമ്പർക്കം വഴിയാണ് ഇത് പ്രധാനമായിട്ടും. രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, രോഗിയുമായി പേഴ്സണലി കോണ്ടാക്ട് വരിക.
ഇത് മൂലമാണ് രോഗം പ്രധാനമായിട്ട് പകരുക. മറ്റൊന്ന് സോയിൽ വഴി പകരും. ഇപ്പോൾ സോയിലിൽ ഈ ഫംഗസിൻ്റെ സ്പോറുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മണ്ണുമായി കോണ്ടാക്ട് വരുന്നത് വഴിയും അത് എന്നിട്ട് ശരീരം വൃത്തിയാക്കാതെ ഇരിക്കുന്നത് വഴിയും ഈ അസുഖം വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ട്രാൻസ്മിഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താണ്, രോഗിയുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. പേഴ്സണൽ ഹൈജീൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പേഴ്സണൽ ഹൈജീൻ, എസ്പെഷ്യലി അണ്ടർ ഗാർമെൻറ്റ്സ് ഷുഡ് ബി ക്ലീൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്മിഷൻ തടയാനുള്ള മാർഗം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ഡിസീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കുറച്ച് വിഭാഗത്തിൽ വരുന്ന പാത്തോജൻസ് ഉണ്ടാക്കുന്ന ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡിസീസിൻ്റെ പേര്, പാത്തോജൻ്റെ പേര്, ഏത് ഭാഗത്തെയാണ് ഇത് ബാധിക്കുക, സിംറ്റംസ് എന്തൊക്കെയാണ്, ട്രാൻസ്മിഷൻ എങ്ങനെ നടക്കുന്നു, ആ ട്രാൻസ്മിഷനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. Okay, we shall wind up the class here. We'll see in the next class.